നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ നെഗറ്റീവ് കമന്റ്സ് വരും. നെഗറ്റീവ് കമന്റ്സ് വരുന്നത് മിക്ക ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ആയിരിക്കും. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3-5 ദിവസം മുമ്പ് എൻ്റെ FC ബൈക്ക്, യമഹ FC 250 ബൈക്ക് ഞാൻ സെയിലിന് ഇട്ടത്. അപ്പോൾ എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ സെയിലിന് ഇട്ടത്. കാരണം എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടി സെയിലിനിട്ടു. സെയിലിനിട്ട് ഞാൻ ഒരുപാട് പേരെടുത്ത് സെയിലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുറേ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പുള്ളിക്കാരനെ കാണുന്നത്. പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ഇതാണ് അക്കൗണ്ടിന്റെ പേര്. ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി ഡീറ്റെയിൽ അയച്ചു തരാൻ പറഞ്ഞു. പുള്ളിയുടെ ഒരു റീൽ കണ്ടെന്ന് പറഞ്ഞാൽ ആരും പറയാത്ത വിലയ്ക്ക് പുള്ളി വണ്ടി എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ നല്ല വില, നമുക്ക് നല്ല വില തന്ന് നമ്മൾ വണ്ടി എടുക്കും. എന്നിട്ട് പുള്ളി സെയിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. പുള്ളിയെ ഞാൻ വിളിച്ചു, പുള്ളി എന്നെ കോൾ അറ്റൻഡ് ചെയ്തു. പുള്ളിയോട് ഞാൻ സംസാരിച്ചു, ഇങ്ങനെയാണ് വണ്ടിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു. വണ്ടി ഡീറ്റെയിൽ കാര്യങ്ങൾ അയക്കാൻ പറഞ്ഞു. വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചില്ല, ഒരു കോൺടാക്റ്റും ചെയ്തില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, അത്രേ ഉള്ളൂ. പിന്നെ എന്നെ കോൺടാക്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് വണ്ടി സെയിൽ ചെയ്യാനുള്ള അത്യാവശ്യമാണ്. എന്നിട്ട് 2 ദിവസം മുമ്പ് അത് റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിയുടെ വീഡിയോ പിന്നെ റെക്കമെൻഡേഷൻ വന്നു. ഇതുപോലെ പുള്ളി ഇങ്ങനെ വണ്ടി ഇങ്ങനെ എടുക്കും, പുള്ളി നല്ല വില കൂട്ടി എടുത്തിട്ട് അങ്ങ് വിൽക്കും എന്നുള്ള രീതിയിൽ. മീൻസ് നമ്മളെ നല്ല വിലയ്ക്ക് വണ്ടി എടുത്തിരുന്ന നമുക്ക് നല്ല ലാഭത്തിൽ നമ്മുടെ വണ്ടി എടുത്തിട്ട് പുള്ളി സെയിൽ ചെയ്യുന്നുള്ള രീതിയിൽ പിന്നെ ഈ വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ വീഡിയോയുടെ കമന്റിൽ ഞാൻ ഈ കമന്റാണ് ഞാൻ ഇട്ടത്. ഇങ്ങനെ ഉടായിപ്പാണെന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടു. കാര്യം ഒരു ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പം അത്യാവശ്യം കൊണ്ടായിരിക്കാം നമ്മൾ ഒരു ആവശ്യമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ എനിക്ക് റെസ്പോണ്ട് തന്നില്ല, അല്ലെങ്കിൽ ഇത് വണ്ടി മാർക്കറ്റ് റേറ്റ് ഇല്ല ബ്രോ, വണ്ടി പോകത്തില്ല, അന്ന് പോലും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ കമന്റ് ഇട്ടപ്പം കമന്റിന് പിന്നാലെ ഈ പുള്ളിക്കാരി റിപ്ലൈ എന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് റിപ്ലൈ എന്നത്. റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് 85,000 രൂപയ്ക്ക് അടുപ്പിച്ച് വണ്ടി വില വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പുള്ളി പറയുന്നത് 40,000 രൂപയ്ക്ക് എൻ്റെ വണ്ടി എടുക്കാം. 40,000 രൂപ ആലോചിച്ച് നോക്കണം. അപ്പോൾ വണ്ടി കച്ചവടം ആകുമ്പോൾ നമ്മൾ ലാഭം നഷ്ടം എല്ലാം ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഡീലർ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ആളുടെ വണ്ടി വാങ്ങുന്നെങ്കിൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള റേറ്റിന് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് ഞാൻ വണ്ടി വിൽക്കും. ചിലപ്പോൾ 5,000-6,000 പ്രോഫിറ്റ് എടുക്കും. ഈ പുള്ളിക്കാണെങ്കിൽ 40,000 രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് പുള്ളി വണ്ടി സെയിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 60,000 രൂപ, 70,000, 80,000 രൂപയ്ക്കായിരിക്കും പുള്ളി വണ്ടി സെയിൽ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ വണ്ടിക്ക് നല്ല മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഞാൻ ഫിനാൻസിൽ അന്വേഷിച്ചപ്പോൾ വരെ ഫിനാൻസ് 65,000 രൂപ അത് ഫിനാൻസ് മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളി 40,000 രൂപയാണ് മാർക്കറ്റ് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇപ്പോൾ ഞാൻ കമന്റിന് ഞാൻ മറുപടി കൊടുത്തു. പുള്ളി എൻ്റെ ഈ എന്ത് പറയാൻ ആദ്യം ഞാൻ എൻ്റെ വാട്സപ്പ് ചാറ്റ് അത് പകുതി മാത്രം എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ സ്റ്റോറി ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3-4 സ്റ്റോറികളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു സ്റ്റോറിയിൽ ഇട്ടുന്ന പുള്ളി ലോജിക്കിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുള്ളി സ്റ്റോറി ഇട്ടു. 250 വിൽക്കുവാൻ വേണ്ടി എന്നെ വിളിച്ചു. വണ്ടിക്ക് 65,000 രൂപയാണ് ചോദിച്ചത്. വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ 40,000 രൂപയാണ് പോകുന്നത്. പെട്രോൾ വില കൂടിയത് കാരണം CC കുറഞ്ഞ വണ്ടികൾക്കാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത്. CC കൂടിയ വണ്ടികൾക്ക് മാർക്കറ്റ് വാല്യൂ കുറവാണ്. അതല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾ. ഇതാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ഒരു വണ്ടിയുടെ മാർക്കറ്റ് എന്നോട് ചോദിച്ചു. വണ്ടിയുടെ മാർക്കറ്റ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. വണ്ടി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തില്ല. ചുമ്മാ പുറത്ത് കിടന്നിട്ട് ഉടായ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിസിനസ് ഇടപാട് ചെയ്ത് നോക്കിയിട്ട് അതിലെന്തെങ്കിലും വീഴ്ച പറ്റിയിട്ട് ഉടായ്പെന്ന് പറഞ്ഞാൽ അതിനൊരു ലോജിക് ഉണ്ട്. ശരിയാണോ? ഇതിന് ഈ കമന്റിന് ഞാൻ റിപ്ലൈ കൊടുത്തല്ലോ. ഇതിന്റെ താഴെ വരുന്ന മിക്ക കമന്റ്സും ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നാണെന്നുള്ള കാര്യമാണ് ഏറ്റവും മെയിൻ മെജോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യം. ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് എന്നെ ഹരാസ് ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ അതിന് നല്ല പച്ചയ്ക്ക് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഈ പുള്ളി തന്നെയാണ് ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ താഴേക്ക് വന്ന് കമന്റ് ചെയ്യുന്നത്. പുള്ളിയുടെ മെയിൻ അക്കൗണ്ടിൽ നിന്ന്, കാരണം പുള്ളി നല്ല മനുഷ്യനാണ്, നല്ല ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനാണ് ബ്രോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം? നിങ്ങൾ നല്ല ആൾ തന്നെ ശരിയിരിക്കട്ടെ. നിങ്ങൾ മാർക്കറ്റ് റേറ്റ് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ പോലും വണ്ടി പോകത്തില്ല, ഇന്ന റേറ്റ് ആണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടപ്പോഴല്ലേ ഉടായ്പാണ്. നിങ്ങൾ എന്തായാലും ഉടായ്പ തന്നെയാണ്. അല്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് കമന്റ് ഇടണം. നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടാത്തത്. പിന്നെ നിങ്ങൾ ലോജിക്കിന്റെ കാര്യമൊക്കെ പറയുന്നത്, നിങ്ങൾ എന്തോ ലോജിക്കാണ് പറയുന്നത്. പെട്രോളിന്റെ വില കൂടിയോണ്ടാണ് ഈ CC കൂടിയ വണ്ടിയൊക്കെ മാർക്കറ്റ് ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരാളെ റോഡിൽ വണ്ടി ഇറക്കാൻ പറ്റില്ലല്ലോ ബ്രോ. CC കൂടിയ വണ്ടിയായി പോയി പെട്രോൾ കൂടുതൽ ചിലവാകുമെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ വണ്ടി വിൽക്കാൻ നേരത്താണെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ ബൈക്ക് എടുത്തിട്ട് 50,000 രൂപയ്ക്ക് വെക്കണോ? എന്തോന്ന് ബ്രോ പറയുന്നത്? ലോജിക്ക് വേണ്ടി CC കൂടിയ വണ്ടിക്ക് മാർക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായമാണ്? അപ്പോൾ ഈ ബുള്ളറ്റും ഈ ഡ്യൂക്കും ഇതൊക്കെ പോകുന്നതോ? എന്തോന്ന് ബ്രോ? പിന്നെ നിങ്ങൾ 40,000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ 40,000 രൂപ എന്ന് പറഞ്ഞാൽ എവിടെ ബ്രോ പോകാൻ? ഇത് ഫിനാൻസുകാർ പറയുന്ന റേറ്റ് 60,000-65,000 രൂപയാണ്. ബ്രോ നിങ്ങൾ 40,000 രൂപ നിങ്ങൾക്ക് അതിൽ എത്ര രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് വേണം വണ്ടിക്ക്? എന്തോന്ന് ബ്രോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നതിന് അത് ലോജിക് ഉണ്ടോ നോക്ക്. അത് പോയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലാണ് മെസ്സേജ് ഇട്ടത്. നിങ്ങൾ വാട്സാപ്പിൽ ഈ വണ്ടിയുടെ പ്രൈസ് നിങ്ങൾക്ക് പറയാറ് ബ്രോ 40,000 രൂപ ഉള്ളൂ ഈ വണ്ടിക്ക് വിലയ്ക്ക് പോകുന്നത്. നിങ്ങൾ വാട്സാപ്പിൽ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഈ കമന്റ് ഉടായിപ്പാണെന്ന് പറഞ്ഞ കമന്റ് ഇട്ടപ്പോഴേ നിങ്ങൾ റിപ്ലൈ തന്നെ. അപ്പോൾ നിങ്ങൾ ഉടായിപ്പല്ലേ? അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇന്ന വണ്ടിയാണ് ഇന്ന ആളാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ബ്രോ സത്യം പറഞ്ഞാൽ ഇമ്മാതിരി തീട്ട കാര്യങ്ങളൊന്നും എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ ഈ ഹൈലൈറ്റിലും കാര്യങ്ങളൊക്കെ ഏത് ഞാൻ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിനേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാനുള്ള കാര്യം. അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല. ഇപ്പോൾ കുറേ ഹേറ്റ് കമന്റ്സ് വരുമെന്ന് എനിക്ക് എന്തായാലും അറിയാം, 100% അറിയാം. അത് നിങ്ങൾ തന്നെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും. നിങ്ങൾ 10 ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും നിങ്ങൾ മെസ്സേജ് തരുന്നത്. എനിക്ക് നിങ്ങൾ റിപ്ലൈ തന്നിരിക്കുന്ന മെസ്സേജിൽ ഭൂരിഭാഗവും ഫേക്ക് അക്കൗണ്ടിലാണ്. 2-3 പേര് അത് നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നവരായിരിക്കും ഇതിന് മറുപടി തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഫെയിം നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആളുകളെ പറ്റിച്ചുകൊണ്ട് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ റിപ്ലൈ നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നാൽ തീരാന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഇൻസ്റ്റ വരെ എത്തി. ഇൻസ്റ്റയിൽ ഞാൻ നിങ്ങളോട് തോന്നുന്നു വണ്ടിയുടെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല, വാട്സാപ്പിൽ കൂടെയാണ് സംസാരിച്ചത്. അതുകൂടെ ബ്രോ ഓർക്കണം. പിന്നെ ഉടായിപ്പാണെന്ന് പറയുമ്പോൾ ബ്രോയിന് അത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ബ്രോ ഉടായിപ്പ് കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഓക്കെ ബ്രോ, ശരി, ബൈ.